16ാം കേരള നിയമസഭ തുടങ്ങി. എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് വി അബ്ദുറഹ്മാൻ. അബ്ദുൽ ഗഫൂർ പേരിലെ മേനോൻ ആവർത്തിച്ച് വി.ഡി. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും. സഭയിൽ കൗതുകമായി ജി സുധാകരന് മുൻപിൽ പിണറായിയുടെ സത്യപ്രതിജ്ഞ. പരിഭവം മറന്ന് ഹസ്തദാനം നൽകി ഇരുവരും. പിണറായി വിജയന് കൈകൊടുത്ത് ടി കെ ഗോവിന്ദൻ, അഭിവാദ്യമർപ്പിച്ച് വി കുഞ്ഞികൃഷ്ണൻ. ദൈവനാമത്തിലും സഗൗരവമായും സത്യപ്രതിജ്ഞ ചെയ്ത് എംഎൽഎമാർ. ഇംഗ്ലീഷിലും കന്നഡ ഭാഷയിലും തമിഴിലും സത്യവാചകം. ചാണ്ടിയുമ്മൻ സഭയിലേക്ക് എത്തിയത് സൈക്കിൾ ചവിട്ടി. നാളെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി BJP മത്സരിക്കും. ചാത്തന്നൂർ MLA BB ഗോപകുമാർ സ്ഥാനാർത്ഥി. AC മൊയ്തീൻ LDF-ൽ നിന്നും മത്സരിക്കും. തിരുവഞ്ചൂർ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും. നിയമസഭയിലെ ഇരിപ്പിടങ്ങളിൽ താൽക്കാലിക ക്രമീകരണങ്ങൾ. മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കക്ഷിതാക്കളും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും മുരളീധരനും മുൻനിരയിൽ. പ്രതിപക്ഷ ബെഞ്ചിൽ പിണറായി വിജയന് തൊട്ടടുത്ത് KN ബാലഗോപാൽ. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറും ഒന്നാം നിരയിൽ. PM ശ്രീ പദ്ധതിയിൽ പരിശോധന. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ UDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. ഈ അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണവും യൂണിഫോമും മുടങ്ങില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ന്യൂസ് 18നോട്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഗൂഢാലോചനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. പ്രതികളെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റണമെന്ന് ശരത് ലാലിന്റെ പിതാവ്. ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകും. ജയിൽ ഉപദേശക സമിതി പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ്. മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിലെ ചുരുളഴിക്കാൻ പോലീസ്. മുഖ്യപ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സിന്ധുവിനെ മുംബൈയിൽ നിന്ന് കേരളത്തിലെത്തിച്ച് പോലീസ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും സങ്കീർണമാകുന്നു. ഇറാനെതിരെ തങ്ങളാണ് മേധാവിത്വം നേടിയിരിക്കുന്നതെന്ന് ട്രംപ്. മറ്റൊരു യുദ്ധത്തിലുള്ള തയ്യാറെടുപ്പിലാണ് US എന്ന് ഇറാന്റെ ആരോപണം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ US-ന് വൻ നാശനഷ്ടമെന്ന് റിപ്പോർട്ട്. അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെ 42 വ്യോമയാനങ്ങൾ നഷ്ടം. തകർന്ന വിമാനങ്ങളുടെ എണ്ണം ഇതിനേക്കാളും ഉയർന്നേക്കാമെന്നും റിപ്പോർട്ട്. നിർണായക കേന്ദ്ര മന്ത്രിസഭാ യോഗം വൈകിട്ട്. പുനഃസംഘടനയ്ക്കു സാധ്യത. തലസ്ഥാനത്ത് തന്നെ തുടരണമെന്ന് മന്ത്രിമാർക്ക് പ്രധാനമന്ത്രിയുടെ കർശന നിർദ്ദേശം. പശ്ചിമേഷ്യൻ യുദ്ധവും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കാവുന്ന ആഘാതങ്ങളും ചർച്ചയ്ക്ക്. ബംഗളൂരുവിൽ കോട്ടയം സ്വദേശിനിയായ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായി. പ്രതി ബത്തേരി സ്വദേശി ഹൈനസ് ഒളിവിൽ. ബലാത്സംഗം ഒഴിവു ദിനങ്ങളിൽ പെൺകുട്ടി ജോലി ചെയ്യുന്നിടത്തെ സഹപ്രവർത്തകർ നടത്തിയ പാർട്ടിക്കിടെ. പരാതി പിൻവലിച്ചില്ലെങ്കിൽ ജീവൻ അപായപ്പെടുത്തുമെന്ന് ഭീഷണിയെന്നും പെൺകുട്ടി. മടിവാള പോലീസ് കേസെടുത്തു. ദൃശ്യം 3ക്ക് ആവേശകരമായ വരവേൽപ്പ്. ഗംഭീര പ്രതികരണവുമായി പ്രേക്ഷകർ. പടം ലാലേട്ടൻ തൂക്കി. ഈ വർഷം ലാലേട്ടൻ തൂക്കി. അടുത്ത 100 കോടിയാണ്. പ്രേക്ഷകർക്കൊപ്പം സിനിമ കണ്ടും
പിറന്നാൾ ആഘോഷിച്ചും ലാലേട്ടൻ.